അപ്പം ഇത് ബേസിക്കലി ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസാന ശ്രമമാണ്. കാരണം മോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ അവർ നടത്തി. CAA വിരുദ്ധ സമരം ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കർഷക സമരം, അതും പൊളിഞ്ഞുപോയി, 8 നിലയിൽ പൊട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇടയ്ക്ക് ലഡാക്കിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി, അതൊന്നും ഏശിയില്ല. പിന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇങ്ങനെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ജൻസികളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞു. ഒരാളും മൈൻഡ് ചെയ്തില്ല എന്നതാണ് ഒരു വസ്തുത. കുറേ ഇവരുടെ അനുയായികളും അണികളും ഇത് വലിയ സംഭവമെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അതിപ്പം തന്നെ ഈ ഫോളോവേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ നിൽക്കുന്ന ഫോളോവേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവരെ ഫോളോ ചെയ്യുന്ന, അവരെ അപ്ഹോൾഡ് ചെയ്ത് പോകുന്ന ആളുകളെ നോക്കി അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ജിഹാദി മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അവരുടെ പഴയ പോസ്റ്റുകളൊക്കെ നോക്കി എല്ലാം ജിഹാദി ഓറിയന്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പോസ്റ്റുകളാണ്. അത് ഒരു വിഭാഗം. പിന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ അർബൻ നെക്സൽ ലെഫ്റ്റ്, എക്സ്ട്രീം ലെഫ്റ്റ് മൈൻഡ് സെറ്റുള്ള ആളുകൾ. അപ്പം സ്വാഭാവികമായിട്ടും ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത്. വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കൾ ഉണ്ടായിരിക്കും, ജെൻസികൾ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും BJP വിരുദ്ധത എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത്.